എന്താണ് മമ്മ വേണം മമ്മ? ആ എന്താണ് ആളെന്നെ കാത്തു നിൽക്കണതിൻ്റെ കാരണം എന്താ പറയോ? ഇക്ക ചീത്ത പറഞ്ഞിട്ട് നിൽക്കുവാണ്. എന്താ വെച്ചാൽ ഇന്നലെ അവിടെ നമ്മുടെ മിന്നൂൻ്റെ അടുത്ത് വന്ന് വീട്ടിനകത്ത് കയറി മിന്നൂനെ കടിച്ച് ചെവിയൊക്കെ പൊട്ടിച്ച് പാവം അവൻ മിണ്ടാതെ നിൽക്കുമായിരുന്നു. ഇക്കാക്ക് ഭയങ്കര സങ്കടമായത്. ഇവൻ കയറി വന്ന് കടിച്ച് നല്ല മുറിയാക്കി വിടുന്നില്ലായിരുന്നു. എന്നാ എന്നാലും വിശന്നാലും ഇവിടെ തന്നെ വരണ്ടേ? വാ കഴിച്ച. ഇക്ക പറയാം ഇനി ഭക്ഷണം കൊടുക്കണ്ട, അവനെ ഓട്ടിച്ചു ഇനി ഇവിടെ നിർത്തട്ടെ എന്നൊക്കെ പറയാം. ഇക്ക വിഷമം കൊണ്ടാ പറയുന്നത്. എന്താ വെച്ചാൽ മിന്നുവിൻ്റെ ചെവിയൊക്കെ കടിച്ച് പൊട്ടിച്ച് വലിയ മുറിയാക്കി. പക്ഷെ എനിക്ക് മനസ്സ് വരില്ല. പാവം മിണ്ടാപ്രാണികളല്ലേ, അവരങ്ങനെയാണ്. അവർ പുറമേ വളരുന്ന പൂച്ചകളല്ലേ, അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. എനിക്കും ഭയങ്കര സങ്കടം. എൻ്റെ മിന്നുവിൻ്റെ ചെവി അങ്ങനെ കടിച്ചിങ്ങനെ നല്ല മുറിയായി. സാരമില്ല, മിണ്ടാപ്രാണികളല്ലേ, എന്താ ചെയ്യാൻ പറ്റുക. ഇവിടെ ഒരാൾ വിശന്നപ്പ് ദേ വന്നിരിക്കുന്നത്. ഇനി ഇങ്ങേർക്കും ഭക്ഷണം കൊടുക്കണം. നമ്മൾ മനുഷ്യന്മാരുണ്ടല്ലോ സ്വാർത്ഥരാണ്, സ്വാർത്ഥത കൂടുതലുള്ള ആൾക്കാരാണ്. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് നമുക്ക് മാത്രം എന്നുള്ള ഒരു ചിന്താഗതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഇന്നുള്ള ആൾക്കാർ. അതെല്ലാവരും ഞാൻ പറയുന്നില്ല, കുറച്ച് നല്ല ആൾക്കാരുണ്ട്. അവർക്കാണെങ്കിൽ ചെറിയ ചെറിയ രീതിയിൽ ഓരോ ബുദ്ധിമുട്ടുകളും വിഷമതകളും അസുഖങ്ങൾ കൊണ്ടായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും പലതരം പ്രശ്നങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് പഠിച്ചവൻ്റെ ഒരു ചെറിയ സ്നേഹത്തിൻ്റെ ഒരു ഇതാണത്. അത് പഠിച്ചവനോട് ഒരുപാട് അടുപ്പമുള്ളവർക്ക്, അല്ലെങ്കിൽ നല്ല രീതിക്ക് വാടി പെണ്ണിവിടെ വാ, അവനെ ഓട്ടിക്കരുത്, ഇങ്ങോട്ട് വാ, അവനവിടെ നിന്നോട്ടെ, നിനക്ക് തരാം, വാ, ചോറ് മീൻ കറി ഉണ്ട്, വാ. അപ്പം നമ്മൾ ഒരുപാട് സ്നേഹം അല്ലെങ്കിൽ മനസ്സിലൊരുപാട് നല്ല ഇതുള്ളവർക്ക് ദൈവം ഇങ്ങനെ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ, അത് പറഞ്ഞാൽ എന്നോടുള്ള സ്നേഹം എത്രയുണ്ട് നോക്കിയിട്ട്. ഹായ്, അവിടെ നോക്ക് നിങ്ങളുടെ ഓറഞ്ച്, ഞാൻ ഫുഡ് കൊടുത്ത്. ഹായ്. അപ്പോൾ ആ സ്നേഹം പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ചെറുതായിട്ട് പരീക്ഷിക്കുന്നത്. ഓറഞ്ച് ആരുമില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അതുകൾ മിണ്ടാ പ്രാണിയല്ലേ. ഇവർക്ക് കുറച്ച് ഇവൾക്ക് ബിസ്ക്കറ്റ് കൊടുക്ക. അതായിട്ട് ആ അതെ, ഓറഞ്ച് വിശന്ന് ഇപ്പം അവിടെ ഷെഡിനകത്ത് കയറി കഴിക്കാനും പറ്റില്ല. ഞാനും കൊടുക്കാണ്ടിരുന്ന ആള് മുഴുവൻ പട്ടിണി. ഇവിടെ വന്ന് ഒരേ കരച്ചില. ഇക്കാണ് ഈ ചീത്ത പറയുന്നത്, ഇതിനെ പൂച്ചനെ കടിച്ചെന്ന് പറഞ്ഞിട്ട്. ഇക്ക അങ്ങനെ ഇതായിട്ടില്ല, മിന്നുവിനെ കടിച്ച് നല്ല മുറിയാക്കിയപ്പോൾ ഇക്കൊക്കെ നല്ല വിഷമായി. മിന്നുവിന് നമ്മുടെ മക്കളെ പോലെ വളർത്തുന്നല്ലേ, അതുകൊണ്ട്. ഇക്ക കുറച്ച് ബിസ്ക്കറ്റ് കൊടുക്കുക. ഞാൻ ചോറായിട്ടുണ്ട്, മീൻകറി ഉണ്ട്, ചോറ് കൊടുക്കണം, ചൂടാ ആറിയിട്ട് കൊടുക്കാം. ഇക്ക രാവിലെ വന്നപ്പോണ്ട് ഞാൻ ചോദിച്ചു ഓറഞ്ച് വന്നോ ചോദിച്ചപ്പോൾ വന്നു, ഞാൻ ഭക്ഷണം കൊടുക്കണ്ട, നീ അവൻ മിന്നുവിനെ കടിച്ചില്ലേന്ന്. മിന്നുവിന് മാത്രം എല്ലാവരും അടിക്കാൻ വേണ്ടി നടക്കുക അവൻ. ഇത് കണ്ടോ, 2 ദിവസമായിട്ട് ഈ വഴിക്കില്ല. അത് എന്നെ നോക്കി വരണ്ടേ, ഞാൻ സുഖമില്ലാണ്ട് കിടക്കുകയല്ലേ, ഹോസ്പിറ്റലും ഗ്ലൂക്കോസും ഇഞ്ചക്ഷനും മരുന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ കിടക്കണം. അപ്പോൾ 2 ദിവസമായിട്ട് പുറത്തേക്കൊന്നും ഇല്ല. അപ്പോൾ ഇക്കാനോട് ചോദിക്കുന്നുണ്ട്, വന്നു എന്നെ കണ്ടപ്പോൾ ഓടിയെന്ന്. അത് ഇക്ക മിന്നിനെ കടിക്കുന്നുണ്ടപ്പോൾ ചീത്ത പറഞ്ഞില്ല, അപ്പോൾ ഇക്കാനെ കണ്ടപ്പോൾ ഓടുകയാണ്. പക്ഷേ ഇപ്പം എന്നെ അവിടെ വന്നിട്ട് ഇവിടെ മതിലിൻ്റെ മേലെ കിടക്കണം. അപ്പോൾ ഞാൻ പുറത്ത് അവിടെ ജനലിൻ്റെ അവിടെ വന്നപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഓറഞ്ചേന്ന് വിളിക്കുമ്പോഴേക്കും ആൾ ചാടി ബഹളം. വേണ്ട, എൻ്റെ ഇക്ക മമ്മൻ കൊടുക്കുക. എൻ്റെ ഒക്കെ സ്നേഹമുള്ള ആളാ അല്ലേക്കാ. ഈ ചിരിക്കുക, കള്ളച്ചിരി വരുന്നത്. കള്ളച്ചിരി ഒന്നല്ല, നല്ല സ്വീറ്റ് സ്മൈലാണ്. കഴിച്ചടി, ചോറ് തരാം കേട്ടാ. കഴിച്ച വേണ്ട, വയറ് നിറയെ കഴിച്ചു. 2 ദിവസം ഭക്ഷണം കഴിക്കാത്ത കോല. എന്തിനാണോ നീ ആ ചെക്കനെ പിടിച്ച് തല്ലിയത്? എൻ്റെ കുട്ടിൻ്റെ ചെവിയൊക്കെ പൊട്ടി. നമുക്ക് മനസ്സ് വരില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ഇതിപ്പോൾ എത്ര മിണ്ടാ പ്രാണികളല്ലേ, അതുങ്ങൾ പിന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അത് വരുന്നത്, ഞാൻ കൊടുക്കുന്നുള്ളതിൽ. അപ്പം ഞാൻ മരിക്കുന്നവരൊക്കെ അങ്ങനെ തന്നെയാണ്, ഭക്ഷണം കൊടുക്കും, നോക്കുക എല്ലാവർക്കും. പിന്നെ ചില കമൻറ്റുകൾ വരാറുണ്ട്, ഈ മിണ്ടാപ്രാണികൾ പറഞ്ഞിട്ട് ഇങ്ങനെ മൃഗസ്നേഹം കൂടിയിട്ട് ഇങ്ങനെ മനുഷ്യനോട് കൊടുക്കുകയാണ്. ഞാൻ മനുഷ്യരോട് എങ്ങനെയാണെന്നുള്ളത് എനിക്കല്ല അറിയുള്ളൂ, പിന്നെ എന്നോട് ഒരുപാട് അടുത്ത ആൾക്കാർക്കല്ലേ അറിയുള്ളൂ ഞാൻ എന്താണെന്നുള്ളത്. അല്ലാണ്ട് എപ്പോഴെങ്കിലും യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ഞാൻ മൃഗങ്ങളെ മാത്രം സ്നേഹിക്കുന്നുള്ളൂ, മനുഷ്യനോടൊന്നും സ്നേഹം കാണിക്കുന്നില്ല എന്ന് തോന്നുന്നു. അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്, അത് എല്ലാവരുടെ കാഴ്ചപ്പാട് അങ്ങനെ ആയതുകൊണ്ടാണ്. ശരിക്കുള്ളത് എങ്ങനെയാണ്, ഞാൻ എന്താണെന്ന് അറിയണമെങ്കിൽ എന്നോട് അത്രയ്ക്ക് അടുത്തിരിക്കണം, അപ്പോഴാണ് ഞാൻ എന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഓറഞ്ചേ, ഇനി മിന്നുവിനെ ഒന്നും തല്ലരുത് കേട്ടോ. ഇവ മിന്നുവിനെ തല്ലിയ ദിവസം വന്നിട്ട്
വൈകുന്നേരത്താണ് മിന്നു തല്ലിയത്. ഉച്ചയ്ക്ക് വീട്ടിനകത്ത് കയറിയിട്ട് കുട്ടാപ്പിയൊക്കെ പോയിട്ട് ഓരോ ഭാഗത്ത് ഒളിച്ച് കിടന്നു. നമ്മുടെ കുഞ്ഞുമണിയൊക്കെ അവർക്കറിയാം, ഇവനെ കണ്ട പേടിയാണ് അവർക്ക്. വെറുതെ അല്ല ഇവൻ ബഹളം വെക്കുന്നത്. ഇവരെ കണ്ട അവന് ഭയങ്കര പേടിയാണ്. എല്ലാവരും ഓരോ ഭാഗത്ത് ഒളിക്കും. മിന്നു പാവം ഒന്നും അറിഞ്ഞില്ല കേട്ടോ. എൻ്റെ ചെവിയൊക്കെ തന്നെയും പോയിട്ട് ഒരു കടിയൊക്കെ കടിച്ച് മുറിയൊക്കെ വെച്ച്. അപ്പോൾ മിന്നുവിന് മുറിയിൽ മരുന്നൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വാക്സിൻ എടുക്കാനായിട്ട് കൊണ്ടുപോകും. ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് ഇന്നലെ കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് സുഖമില്ലാത്തൊരു ഇതല്ലേ, ഒന്ന് ശരിയായി കഴിഞ്ഞിട്ട് അതുപോലെ ഇന്നിപ്പോൾ ഇത്തിരി നടക്കാനായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ജനിച്ച് നടക്കാനായിട്ട് വീട്ടിലുള്ള ജോലിയൊക്കെ പതുക്കെ ചെയ്യണേ ഉള്ളൂ. ഇതേ പരുന്തൊക്കെ പാട്ട് പറിക്കുന്നു. പാടൊക്കെ കൊയ്തിങ്ങനെ ഇതാക്കിയിട്ടിരിക്കാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ നിന്ന് എനിക്ക് ക്ഷീണം വരാൻ തുടങ്ങി. ഞാൻ പോയി ഇത്തിരി കിടക്കട്ടെ. ഓറഞ്ചേ അവരിപ്പോൾ തല്ലെടുത്തിട്ട് പിന്നെ പാവല്ലേ, നമ്മുടെ പൂച്ച പാവല്ലേ. നിന്നോട് ഒരുപാട് സ്നേഹമല്ലേ ഉള്ളൂ എനിക്ക്. കണ്ണടിക്കണുണ്ടോ ഓറഞ്ച്? നിന്നോട് ഉമ്മക്ക് സ്നേഹമല്ലേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, നീയും എൻ്റെ പൂച്ചയാ കേട്ടോ. ഓറഞ്ചിനെ ഉപദേശിക്കുകയാണ് ഇക്ക അവളിനോട് മതിയാ ചോദിക്കാം. പൊന്നി പോണ്ട, അവിടെ കിടന്നോട്ടാ. ചോറും മീനും തരാം. ഇഷ്കുള്ള ഇക്കാക്ക് വാ, ഇങ്ങോട്ട് വാ പൊന്നി, ഇങ്ങോട്ട് വാ. പോലെ കേട്ടാ, അങ്ങോട്ട് വാ വാ. ഓറഞ്ച് വിശന്നിട്ടേ പാവോടെ എൻ്റെ സൗണ്ട് കേട്ടത് ഉമ്മ. നിങ്ങളെ പേടിയാ, മിന്നിന് തല്ലിയപ്പോൾ ചീത്ത അറിഞ്ഞില്ലേ? അപ്പൊ നിങ്ങളെ കണ്ട ഒറ്റ ഓട്ടോ. പെണ്ണെ അവനെ ഓട്ടിക്കല്ലേ, വാ അവിടെ ഒന്ന് കിടക്ക് വാ. ഇന്നും ഒരുത്തിനും കൂടി വരാനുണ്ട്. ഇവളുടെ ചെക്കനുണ്ടല്ലോ ചെറുത്, അതിപ്പോൾ ഒറ്റയ്ക്ക് നടക്കാം. ഇന്നലെ കണ്ട നമ്മൾ വരുന്നതിൽ പോകുന്നു. അപ്പം അവിടെ ഒന്ന് കിടക്ക് കേട്ടാ. ഞാൻ പോയിട്ടേ അമ്മ ആറാൻ വെക്കട്ടെ, ചൂടുണ്ടാവും ചോറ്. ഓറഞ്ചേ ഇവിടെ കിടന്നോട്ടെ പിന്നെ.